ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ശ്രുതി. ആ വീട് ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിന്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അല്ല, അതെല്ലാം നമുക്ക് നാളെ എടുത്താൽ പോരെ എന്നുള്ളതാണ് എൻ്റെ സംശയം. അത് നമുക്ക് ഇന്ന് ഇതിലേക്ക് ഒക്കെ നിൽക്കാൻ തോന്നും. നാളെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. അതായത് പ്രവാസികളുടെ ഒരു ആഗ്രഹമാണത്. പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാൻ കഴിയും. പല നാട്ടിലാകെ ഉണ്ടാവുമല്ലോ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഒരു കേന്ദ്രത്തിൽ പരാതിപ്പെടാനൊരു സ്റ്റേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പല അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും. ലോക കേരള സഭയുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും, അവരാവശ്യങ്ങൾ ഉന്നയിക്കും, നമ്മൾ പറ്റാവുന്നതെല്ലാം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമാണ്. അല്ല, തീരുമാനമായല്ലോ. അതിപ്പം തീരുമാനമായതേ ഉള്ളൂ. ഈ കഴിഞ്ഞ മാസം തീരുമാനമായതാണ്. അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങളാണ്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കിയത്. അവരുമായി ചർച്ച ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമായിരുന്നു, ഞങ്ങളെല്ലാവരും ഒരു നാട്ടിൽ ഒരു കുടുംബം പോലെ ജീവിച്ചവരാണ്. നിങ്ങൾ പുനരധിവാസത്തിൻ്റെ സഹായം നൽകിയാൽ ഞങ്ങൾ അതും വാങ്ങി ഓരോ കൊമ്പത്താവും. അപ്പം ഞങ്ങൾക്കെല്ലാം ഒരിടത്ത് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഇത് അവരുടെ അഭിപ്രായമായിരുന്നു. ആ അഭിപ്രായം കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടൗൺഷിപ്പ് നിർമ്മിക്കാമെന്ന് ആലോചിച്ചു. ആ ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കങ്ങ് തീരുമാനിക്കല്ല ചെയ്ത്, ഗവൺമെൻറ് നിലക്ക് മാത്രം തീരുമാനിക്കല്ല ചെയ്ത്. പ്രതിപക്ഷത്തിന് റോളുണ്ടല്ലോ. എല്ലാവരും ആ ഘട്ടത്തിൽ ഒന്നിച്ചല്ലേ ഒരു വികാരത്തിലേ നിൽക്കുന്നത്. അവരെ ഞങ്ങൾ വിളിച്ചു, പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു, സംസാരിച്ചു. എങ്ങനെയാണ് സ്ഥലം എടുക്കേണ്ടത്, ആ സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, വീടിന് പൈസ ഈ ഓഫർ ചെയ്തവർ പൈസ തരേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. പൊതുവായ തീരുമാനം ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്ന നില വന്ന് ടൗൺഷിപ്പ് എന്നുള്ള ആശയം വന്നു. ഞാൻ ഈ ചോദ്യത്തിന് മാത്രം പറയാം, ബാക്കി മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട് നിർമ്മാണം പൂർത്തിയായി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവർ അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി, താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശ രേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ലോ, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ യേശുന്ന കാര്യമല്ല കേട്ടോ. അവരെ ആർക്കും തിരിതിരിപ്പിക്കാൻ കഴിയില്ല, അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവർ സർക്കാരിൻ്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്.